പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുമായി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫേസ്ബുക്ക് ലൈവിൽ വന്നിട്ടുള്ളത്. നമുക്കറിയാം, കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് നിയോജകമണ്ഡലത്തിലെ പാലത്തായി എന്ന പ്രദേശത്ത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയെ തൻ്റെ അധ്യാപകൻ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കുകയും ആ പരാതിയിൽ പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ നമ്മളെല്ലാവരും വലിയ പ്രതിഷേധം ഉയർത്തുകയും ആ പ്രതിഷേധം താൽക്കാലികമായി വിജയം കാണുകയും ചെയ്തു. എന്നാൽ ഇന്ന് ആ കേസിൽ കുറ്റകരമായ അനാസ്ഥ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും സംഭവിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളേക്ക് 90 ദിവസം പൂർത്തിയാക്കുകയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ട്. എന്നാൽ ഈ നിമിഷം വരെ കുറ്റപത്രം സമർപ്പിക്കാൻ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. CRPC പ്രകാരവും ഇന്ത്യയിലെ വിവിധ കോടതികളുടെ വിധിന്യായ പ്രകാരവും 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ആ പ്രതിക്ക് സ്വാഭാവികമായും ജാമ്യം ലഭിക്കും. നാളെ കുറ്റപത്രം സമർപ്പിക്കാതിരിക്കുക വഴി പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ ഇടവരുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തെ പോലീസ് സൃഷ്ടിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഒട്ടേറെ കേസുകളിൽ കണ്ണൂർ ജില്ലയിലെ തന്നെ വളപട്ടണത്ത് ഒരു പോക്സോ കേസിൽ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് പ്രതിക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഏറെ വിവാദമായ ശ്രീറാം വെങ്കിട്ടരാമന്റെ കേസ് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയും അദ്ദേഹം തിരിച്ച് സർവീസിൽ തന്നെ പ്രവേശിക്കാൻ അത് കാരണമാവുകയും ചെയ്തു. ഈ കേസിലും കുറ്റപത്രം സമർപ്പിക്കാതെ പ്രതിക്ക് സംരക്ഷണം കൊടുക്കാൻ, പ്രതിക്ക് സഹായം ചെയ്യാൻ കേരള പോലീസ് ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, മാർച്ച് 16-ാം തീയതിയാണ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, പിതാവ് മരിച്ചുപോയ അനാഥയായ ഒരു പെൺകുട്ടി കണ്ണൂർ DYSPക്ക് പരാതി കൊടുക്കുന്നത്, തലശ്ശേരി DYSPക്ക് പരാതി കൊടുക്കുന്നത്. എന്നാൽ ഒരു മാസം കഴിഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായില്ല. ആ പെൺകുട്ടിയെ നിരവധി തവണ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പോക്സോ കേസിൽ ഇരയായ കുട്ടികളെ ഒരു കാരണവശാലും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ പാടില്ല, മൊഴിയെടുക്കാൻ പാടില്ല. എന്നാൽ ഈ കേസിൽ നിരവധി തവണയാണ് പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പാകെ ഈ കുട്ടിയോട് ഹാജരാകാൻ പറഞ്ഞ് മൊഴിയെടുത്തത്. എന്നിട്ട് ഒരു നടപടിയും സ്വീകരിച്ചില്ല, ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തില്ല. എന്തുകൊണ്ടാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തത്? ഈ പ്രതി BJPയുടെ നേതാവാണ്, BJPയുടെ അധ്യാപക സംഘടനയുടെ നേതാവാണ്. ആ BJPക്കാരന് വേണ്ടി ഒത്താശ ചെയ്യുന്ന പോലീസിനെയാണ് കേരളം കണ്ടത്. പിന്നീട് നമ്മളെല്ലാവരും വലിയ പ്രക്ഷോഭം നടത്തി. ശരിക്കും പറഞ്ഞാൽ ഒരു ജനകീയ പ്രക്ഷോഭമായിരുന്നു ഈ പെൺകുട്ടിക്ക് വേണ്ടി ഉണ്ടായത്. ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിനൊടുവിൽ ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം ഏൽപ്പിക്കേണ്ടി വന്നു സർക്കാരിന്. പ്രതിയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു സർക്കാരിന്. പ്രതിയെ അറസ്റ്റ് ചെയ്തതോടുകൂടി, അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തോടുകൂടി ആളുകളുടെ ശ്രദ്ധ വഴിമാറിപ്പോകും എന്നായിരിക്കും ഒരു പക്ഷേ സംസ്ഥാന ഭരണകൂടവും പോലീസും ഒക്കെ കരുതിയത്. അതുകൊണ്ടാണ് 90 ദിവസമാകുന്ന ഈ സമയം വരെ കുറ്റപത്രം സമർപ്പിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പ്രതിക്ക് ജാമ്യം ലഭിച്ചാൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സ്വാഭാവികമായും അങ്ങനെ ഒരു സംശയം ഉയർന്നു വരാം. രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രതി, സംസ്ഥാന ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും സഹായം ലഭിക്കുന്ന ഈ പ്രതി ജാമ്യം ലഭിച്ചാൽ കേസ് അട്ടിമറിക്കപ്പെടും.
സാക്ഷികളെ സ്വാധീനിക്കും, തെളിവുകൾ നശിപ്പിക്കും. ഇത്ര ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയായിട്ട് പോലും അറസ്റ്റ് ചെയ്യാതെ അദ്ദേഹത്തിന് സ്വൈര്യമായി സഞ്ചരിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ, ഈ പീഡനത്തിൽ ഈ പ്രതിക്ക്, പത്മരാജൻ എന്ന് പറയുന്ന BJPയുടെ നേതാവിന് ശിക്ഷ ലഭിക്കണമെങ്കിൽ ഒരു കാരണവശാലും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത്. ഇതിൻ്റെ വിചാരണ പൂർത്തിയാകുന്നതുവരെ ഈ പ്രതി ജയിലിൽ കിടക്കണം. അത് ആ പെൺകുട്ടിയുടെ മാത്രം ആവശ്യമല്ല, ആ പെൺകുട്ടിയുടെ ഉമ്മയുടെ ആവശ്യമല്ല, ഈ നാട്ടിലെ എല്ലാ മനുഷ്യരുടെയും മനസാക്ഷിയുള്ളവരുടെയും ആവശ്യമാണ്. അതുമാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യം. മാർച്ച് 16-ാം തീയതി ഈ പെൺകുട്ടി പരാതി കൊടുത്തിട്ട് നടപടിയെടുക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവർക്കെതിരെ എന്ത് നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്? ഒരു പോക്സോ കേസിൽ പരാതി ലഭിച്ചാൽ നടപടി എടുക്കാതിരുന്നാൽ മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അങ്ങനെയുള്ള പോലീസുകാർക്ക് നടപടി സ്വീകരിക്കണ്ടേ? ഈ പരാതി ലഭിച്ച തലശ്ശേരി DYSP എന്ത് ചെയ്തു? CI എന്ത് ചെയ്തു? അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു? എന്തുകൊണ്ട് അവിടെ നടപടി സ്വീകരിച്ചില്ല? അതിന് ഉത്തരം പറയണ്ടേ? നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണ്ടേ? സർവീസ് തലത്തിലുള്ള നടപടിയെങ്കിലും സർക്കാർ സ്വീകരിക്കണ്ടേ? കുറ്റപത്രം 90 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കുക എന്നത് മാത്രമല്ല, ഈ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ, നേരത്തെ പരാതി ലഭിച്ചിട്ടും നടപടി സ്വീകരിക്കാത്ത അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് നമ്മൾ ഇന്ന് ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം ഈ പെൺകുട്ടി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ പ്രതി പത്മരാജൻ മറ്റൊരാൾക്ക് കൂടി പീഡിപ്പിക്കാൻ വഴിയൊരുക്കി എന്ന വളരെ ഗൗരവമായ ഒരു ആരോപണം കൂടി ഈ പെൺകുട്ടി ഉന്നയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ പ്രതിയെക്കുറിച്ച് അന്വേഷിക്കാത്തത്? എന്തുകൊണ്ടാണ് ആ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാത്തത്? അതിന് ഉത്തരം പറയണ്ടേ? ആ പ്രതിയെ പിടികൂടണ്ടേ? വാളയാറിലെ അനുഭവം നമ്മുടെ മുമ്പിലില്ലേ? 2 പെൺകുട്ടികൾ മരിക്കുന്ന ഒരു ദുരൂഹമായി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ പെൺകുട്ടികളെ പീഡിപ്പിച്ച പ്രതികൾ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ആ സംഭവം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. 2 കുട്ടികൾ, ചെറിയ കുട്ടികൾ ഈ പീഡനം സഹിക്ക വയ്യാതെ മരണത്തിന് കീഴടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. ആ വിഷയത്തിൽ വലിയ പ്രതിഷേധം നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നിട്ട് പോലും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള ശ്രമമാണ് ഈ ഭരണകൂടം സ്വീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് വാളയാറിൽ നിന്നും ഈ സർക്കാർ പാഠം പഠിക്കാത്തത്? ഈ കൂത്തുപറമ്പ് പാലത്തായി എന്ന് പറഞ്ഞാൽ എവിടെയാ സ്ഥലം? ഏതാ നിയോജകമണ്ഡലം? കൂത്തുപറമ്പ് നിയോജകമണ്ഡലം എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ മണ്ഡലമാണ്. ഏതാണ് മന്ത്രി? ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറുടെ മണ്ഡലമാണ്. ആരോഗ്യമന്ത്രി മാത്രമല്ല, അവർക്ക് വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൂടിയുണ്ട്. ശിശുക്ഷേമ വകുപ്പ് മന്ത്രി, ചൈൽഡ് വെൽഫെയറിൻ്റെ വകുപ്പ് കൂടിയുണ്ട്. കുട്ടികളുടെ ക്ഷേമം നോക്കേണ്ട വകുപ്പ് കൂടിയുള്ള ശൈലജ ടീച്ചറുടെ മണ്ഡലത്തിലാണ് ഇത്ര ഗുരുതരമായി ഒരു പെൺകുട്ടി പീഡിപ്പിച്ചിട്ട്, സ്വന്തം അധ്യാപകനാൽ ഒരു പെൺകുട്ടി പീഡിപ്പിച്ചിട്ട് മാസങ്ങളോളം ആ പ്രതി നിയമത്തിന് മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട് ആ കുട്ടിയെയും കുടുംബത്തെയും കൊഞ്ഞനം കുത്തി സമൂഹത്തിന് മുമ്പിലൂടെ നടന്നത്. പത്രക്കാർ ആരോഗ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവുന്നതാണ്. അത്രക്കുണ്ട് ഈ കുട്ടികളുടെയൊക്കെ ക്ഷേമത്തിൽ മന്ത്രിയുടെ താല്പര്യം. അവിടെ ആ മണ്ഡലത്തിൽ തന്നെ അവസാനം ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ ഈ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാതിരിക്കുകയാണ്. ആരോഗ്യമന്ത്രിക്ക് അതിനകത്ത് ഉത്തരവാദിത്തമല്ലേ? തന്റെ മണ്ഡലത്തിലെ ഒരു കുട്ടിക്ക് ദുരനുഭവം ഉണ്ടായിട്ട് സമയത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ജാഗ്രത മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണ്ടേ? കണ്ണൂർ ജില്ല ആരുടെ ജില്ലയാണ്? ആഭ്യന്തരമന്ത്രിയുടെ ജില്ലയാണ്. ശ്രീ പിണറായി വിജയന്റെ ജില്ലയാണ് ഈ കണ്ണൂർ ജില്ല. ആഭ്യന്തര വകുപ്പിന് ഇത്തരമൊരു വീഴ്ച സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? തന്നെ ജില്ലയിലെ ഒരു കുട്ടിക്ക് പീഡനമുണ്ടായാൽ സമയത്തിനുള്ളിൽ ഏതായാലും അറസ്റ്റ് ചെയ്യാൻ വൈകി, ജനങ്ങളുടെ പ്രക്ഷോഭം വേണ്ടി വന്നു. ഇനിയെങ്കിലും കുറ്റപത്രം സമർപ്പിച്ച് ആ പ്രതിക്ക് അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ളൊരു ധാർമ്മികമായ ഉത്തരവാദിത്തമെങ്കിലും ഇല്ലേ?
ആ പെൺകുട്ടി അവരെ കാണാൻ വരുന്ന ആളുകളോടൊക്കെ എന്താ പറയുന്നത്? പാപ്പയില്ല, ഞാൻ ആരോട് പറയും? ആ ഉമ്മയുടെ കരച്ചിലിന് ആര് സമാധാനം പറയും? ഞാൻ പറയുന്നത് ഈ സർക്കാരിന് എത്രമാത്രം വലിയ ശാപങ്ങളാണ് ഉണ്ടാവുക. ഈ വാളയാറിലെ കുട്ടികളുടെ, എടപ്പാളിലെ മറ്റൊരു കേസ് ഓർമ്മയില്ലേ, തിയേറ്ററിൽ സംഭവിച്ചത്? അത് ചൈൽഡ് ലൈനെ അറിയിച്ച തിയേറ്റർ ഉടമക്കെതിരെയാണ് ഈ സർക്കാർ കേസെടുത്തിരുന്നത്. ആ കുട്ടിയുടെ കരച്ചിലിന്, ഇപ്പൊ ഈ പാലത്തായിലെ ഈ കുട്ടിയുടെ കരച്ചിൽ, ഈ ഉമ്മയുടെ കണ്ണുനീരിന്, ഈ ശാപമൊക്കെ എവിടെ കൊണ്ടുപോയിട്ടാണ് ഈ സർക്കാർ കളയുക? എങ്ങനെയാണ് ഈ കുട്ടികളുടെയൊക്കെ കണ്ണീരിന്ന്, ഈ ഉമ്മമാരുടെയും അമ്മമാരുടെയും കണ്ണീരിന്ന്, ഈ ശാപത്തിൽ നിന്ന് ഈ സർക്കാർ രക്ഷപ്പെടുക? അടിയന്തരമായി നാളെ 90 ദിവസം ഈ പ്രതിക്ക് ജാമ്യം കിട്ടുന്ന, കുറ്റപത്രം സമർപ്പിക്കാത്തതിൻ്റെ പേരിൽ ഈ പ്രതിക്ക് ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിശക്തമായ പ്രക്ഷോഭത്തിന് ജനങ്ങൾ തെരുവിലിറങ്ങേണ്ടി വരും. അപ്പോൾ പിന്നെ ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ കൊറോണയാണ്, ഇവർ കൊറോണ പരത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നോ വാദമൊന്നും ഉന്നയിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്യേണ്ട പണി ചെയ്യില്ല. ഈ കുട്ടികളുടെ വിഷയത്തിലെങ്കിലും, ഈ കുരുന്നുകളുടെ, ഈ കുഞ്ഞുങ്ങളുടെ വിഷയത്തിലെങ്കിലും, അതിന് വേറെ രാഷ്ട്രീയമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, ഞങ്ങൾക്കറിയാം. ആ നാട്ടുകാർ പലരും പറയുന്നത് പഞ്ചായത്ത് ഇലക്ഷനാണ്, വലിയ അഡ്ജസ്റ്റ്മെന്റ് നടക്കാൻ പോവാണ്, അതിന്റെ പേരിലാണ് ഈ കുട്ടികളുടെ വെച്ചിട്ടാണ് നിങ്ങൾ 4 വോട്ട് വാങ്ങുന്നത്. ഈ കുഞ്ഞുങ്ങളെ വെച്ചിട്ടാണ് നിങ്ങൾ വിലപേശുന്നത്. നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളില്ലേ? പാളയാർന്ന് നിങ്ങൾക്ക് ഒരു പാഠവും പഠിക്കാനായില്ലേ? ആ കുട്ടികളൊക്കെ മരണത്തിന് കൊടുത്തത് ആരാണ്? ഈ ഗവൺമെന്റ് അല്ലേ? അവർ മരിച്ചതല്ല, സത്യത്തിൽ ഈ ഗവൺമെന്റ് കൊന്നതാണ്. അതായിരുന്നു അന്ന് ഉയർന്ന മുദ്രാവാക്യം, ഈ സർക്കാർ കൊന്നതാണെന്ന്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുക? അടിയന്തരമായി ഈ പ്രതിക്ക് ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള നടപടി ഉണ്ടാവണം. ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ രണ്ടാമത്തെ പ്രതിയെ പിടികൂടണം. പോലീസ് ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് വീഴ്ച വരുത്തിയത്, ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവും. ഇനിയൊരു കുഞ്ഞിനും, നമ്മൾ വാളയാറിലത് പറഞ്ഞു, എടപ്പാളിലത് പറഞ്ഞു, ഇപ്പൊ പാലത്തായിൽ വീണ്ടും പറയേണ്ട ഒരു ഗതികേട് ഉണ്ടാവുകയാണ്. ഇവിടെ എങ്ങോട്ടെങ്കിലും അവസാനിക്കുമെന്ന് ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും നമ്മൾ വിചാരിച്ചതാണ് ഈ പാലത്തായി അവസാനത്തെ സംഭവം ആവണം. ഇനിയൊരു കുഞ്ഞുങ്ങൾ ഇതുപോലെ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവരുത്. പരാതി കിട്ടിയാൽ നടപടിയെടുക്കാത്ത പോലീസുകാർ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ല. അവർ യൂണിഫോം ഇടാൻ പാടില്ല, അവർ യൂണിഫോമിൽ ഉണ്ടാകാൻ പാടില്ല. അത് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ഈ നാട് ഭരിക്കുന്ന സർക്കാരിനുണ്ട്. അത് ചെയ്യാതെ കൊറോണ വരുത്തുന്നു, കൊറോണ പരത്തുന്നു, ഇവർ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചില്ല, പോലീസ് തല്ലാൻ വരുമ്പോൾ ഇവർ പരസ്പരം കെട്ടിപ്പിടിക്കുന്നു എന്ന് പറഞ്ഞ് അതിനെ പ്രതിരോധിച്ചാൽ ആ പ്രതിരോധം മതിയാവില്ല എന്ന് സംസ്ഥാന ഭരണകൂടം മനസ്സിലാക്കണം എന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്താണ്. കുറച്ച് വൈകാരികമായി പോകുന്നത് കുഞ്ഞുങ്ങളുടെ കാര്യമായതുകൊണ്ടാണ്. ഇനിയെങ്കിലും സർക്കാർ കണ്ണു തുറക്കണം. ഈ കുഞ്ഞുങ്ങളുടെ അന്തസ്സിന്, അവരുടെ അഭിമാനത്തിന്, അവരുടെ ജീവന് അല്പമെങ്കിലും വില കാണിക്കണമെന്ന് ഈ സംസ്ഥാന ഭരണകൂടത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട്, അതല്ല നിങ്ങളുടെ പഴയ നിലപാടുമായിട്ടാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ, ഈ പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടുമായിട്ടാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ, ആ കുട്ടി പിതാവ് നഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. ആ കുട്ടി അനാഥയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ കുട്ടി അനാഥയായിരിക്കില്ല. ആ കുട്ടിക്ക് ഇവിടെയുള്ള പൊതുസമൂഹത്തിൻ്റെ പിന്തുണയുണ്ടാവും. അവരുടെ മരിച്ചുപോയ പിതാവിന് പകരമായി ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആളുകൾ ആ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ആ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കുമെന്ന് ഈ സർക്കാരിന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടാകണം. നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലെ കുഞ്ഞായി, നമ്മുടെ ഓരോരുത്തരുടെയും സഹോദരിയായി, മകളായി ഈ കുട്ടിയെ നമ്മൾ കണ്ടുകൊണ്ട്, ഈ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ നമ്മൾ കണ്ടുകൊണ്ട് ഈ നിയമ പോരാട്ടത്തിൽ ആ ഉമ്മയുടെ കൂടെ നമ്മളെല്ലാവരും ഉണ്ടാകണം. പലരും കണ്ണൂർ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി, അതുപോലെ കൂത്തുപറമ്പ് നിയോജകമണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റിയും, അതുപോലെ ആ പ്രദേശത്തെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും ഒക്കെ ഈ വിഷയത്തിൽ യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ പിന്തുണ അഭ്യർത്ഥിച്ചിരുന്നു. അവരൊക്കെ ഈ വിഷയത്തിൽ ഏറ്റവും സജീവമായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഹരിതയുടെ പ്രവർത്തകരുണ്ട്, വനിതാ ലീഗിൻ്റെ പ്രവർത്തകരുണ്ട്, പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട്. എല്ലാവരും സമരരംഗത്താണ്. ഒപ്പം ഗ്രാസ്ലാൻഡ് മീഡിയയും എന്നോട് ഈ വിഷയം ലൈവിൽ സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. നേരത്തെ ഒരു ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട്, ആ വിഷയം അവരുടെ പേജിൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഇവരെല്ലാവരും നടത്തുന്ന ഈ പോരാട്ടത്തിന്, ആ ഉമ്മയുടെ പോരാട്ടത്തിന്
മനുഷ്യാവകാശ പ്രവർത്തകരുടെ പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയും യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ പിന്തുണയും അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും. നന്ദി, നമസ്കാരം.